Good morning, students. Today I am going to take the next topic, that is opening a saved presentation. എന്താണ് ഓപ്പണിംഗ് എ സേവ്ഡ് പ്രസൻറ്റേഷൻ? നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 58. Opening a saved presentation. Sometimes you may want to make changes in a presentation saved earlier. For this you need to open that presentation. അതായത് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യു നീഡ് ടു ഓപ്പൺ ദാറ്റ് പ്രസൻറ്റേഷൻ. ആ പ്രസൻറ്റേഷൻ എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടി ഓപ്പൺ ചെയ്താൽ മതി. മനസ്സിലായോ? ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രസൻറ്റേഷനിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നും കൂടി ആ പ്രസൻറ്റേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കി. ടു ഓപ്പൺ എ സേവ്ഡ് പ്രസൻറ്റേഷൻ ഫസ്റ്റ് ക്ലിക്ക് ദ ഫയൽ ടാബ്. ആദ്യം എന്ത് ചെയ്യുക? ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. Okay, the file window appears as shown in figure 5.8. 5.8 കാണുന്ന പോലെ എന്ത് ചെയ്യും? ഫയൽ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. മിസ് ആ പിക്ചർ കാണിക്കാം കേട്ടോ. ദെൻ സെക്കൻഡ് എന്താണ്? ഫ്രം ദ ലെഫ്റ്റ് പെയിൻ ക്ലിക്ക് ദ ഓപ്പൺ ഓപ്ഷൻ. എന്ത് ചെയ്യുക? ഓപ്പൺ ഓപ്ഷൻ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സെക്ഷനിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്? ടു ഓപ്പൺ എ സേവ്ഡ് പ്രസൻറ്റേഷൻ. ഒരു സേവ്ഡ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക? ക്ലിക്ക് ദ ഫയൽ ടാബ്. ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഫ്രം ദ ലെഫ്റ്റ് പെയിൻ ക്ലിക്ക് ദ ഓപ്പൺ ഓപ്ഷൻ. ലെഫ്റ്റ് പെയിനിൽ എന്ത് ക്ലിക്ക് ചെയ്യുക? ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് പെയിനിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഈ ഫിഗർ നോക്കിക്കേ. ഓപ്പൺ ഓപ്ഷൻസ് ആദ്യം ഫയൽ ടാബ് കണ്ടോ? സൈഡിൽ ലെഫ്റ്റ് പെയിനിൽ ഫയൽ ടാബിൻ്റെ അകത്ത് ഫയൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ വിൻഡോ അപ്പിയർ ആയിട്ട് വരും. അതിൽ നിന്ന് മൂന്നാമത്തെ ദാറ്റ് ഈസ് ഓപ്പൺ. ഓപ്പൺ എന്നുള്ളത് കണ്ടോ? ഒരു സ്ക്വയർ ബോക്സ് കണ്ടോ? അത് ആ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 5.9. 5.9ൽ കാണുന്നത് പോലെ ആ ഓപ്പൺ എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അതായത് ഇതുപോലെ വരും. ദെൻ തൊട്ട് താഴെ കണ്ടോ ഒരു ഫയൽ നെയിം കണ്ടോ? ആ ഫയൽ നെയിമിൻ്റെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏത് ഫയലാണ് വേണ്ടത്? Okay, on the left pane navigate to the locations where you saved the presentations you want to make changes to. അതായത് ലെഫ്റ്റ് പെയിനിൽ നിന്നും എവിടെയാണോ നമ്മൾ ആ പ്രസൻറ്റേഷൻ സേവ് ചെയ്തത് ആ ലൊക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ക്ലിക്ക് ദ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുക? ക്ലിക്ക് ദ ഓപ്പൺ ബട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യുക? ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ദ സേവ്ഡ് പ്രസൻറ്റേഷൻ ഓപ്പൺസ്. യു ക്യാൻ ദെൻ മേക്ക് യുവർ ചേഞ്ചസ് ഇൻ ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ്ഡ് പ്രസൻറ്റേഷന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്ത് വരും? യു ക്യാൻ ദെൻ മേക്ക് യുവർ ചേഞ്ചസ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചേഞ്ചസ് ആണോ അതിൽ വരുത്തേണ്ടത് അത് നമുക്ക് വരുത്താനായിട്ട് പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു സേവ്ഡ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സെക്ഷനിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം ഓപ്പൺ വിൻഡോ, ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ദെൻ അതിൽ നിന്നും എന്ത് ചെയ്യുക? ലെഫ്റ്റ് പെയിനിൽ നിന്നും നാവിഗേറ്റ് ടു ദ ലൊക്കേഷൻസ് വെയർ യു സേവ്ഡ് ദ പ്രസൻറ്റേഷൻ. എവിടെയാണോ പ്രസൻറ്റേഷൻ സേവ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുന്നു. ദെൻ ക്ലിക്ക് ദ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ദ ഓപ്പൺ ബട്ടണ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ദ സേവ്ഡ് പ്രസൻറ്റേഷൻ ഓപ്പൺസ്. യു ക്യാൻ ദെൻ മേക്ക് യുവർ ചേഞ്ചസ് ഇൻ ഇറ്റ്. അപ്പോൾ സേവ് ചെയ്തിരിക്കുന്ന പ്രസൻറ്റേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്കതിൽ വരുത്താനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തതൊന്ന് നോക്കിക്കുക. ഒരു സിമ്പിൾ ഫാക്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. എ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഈസ് സേവ്ഡ് വിത്ത് ദ എക്സ്റ്റൻഷൻ. അതായത് ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അത് PPT മോഡലിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രസൻറ്റേഷൻ സേവ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന നെയിമിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഡോട്ട് ഇട്ടിട്ട് PPTX, ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ. അത് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ എക്സ്റ്റൻഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോട്ട് ഇട്ടിട്ട് PPTX. അപ്പോൾ അതുകൂടെ കൊടുക്കുമ്പോഴേ പവർ പോയിൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ സേവ് ചെയ്യുന്നത് സിമ്പിൾ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. Ctrl+S. എന്താണോ നമുക്ക് സേവ് ചെയ്യേണ്ടത്
അതെന്ത് ചെയ്താൽ മതി, സേവ് ചെയ്യേണ്ടപ്പം ഫയലിൽ പോയി സേവ് ആസ് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, കൺട്രോൾ എന്ന് പറയുന്ന കീബോർഡിലെ കീ പ്രസ് ചെയ്തുകൊണ്ട് എസ് എന്ന് പറയുന്ന ആൽഫബറ്റ് കീ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് സിമ്പിളാണ് കേട്ടോ, ഷോർട്ട് കട്ട് മെത്തേഡാണ് സേവ് ചെയ്യാനുള്ള. കൺട്രോൾ പ്ലസ് എസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത എന്താണ്, എക്സിസ്റ്റിംഗ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിന് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യും? എക്സിസ്റ്റിംഗ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ പ്രസൻറ്റേഷൻ ആൻഡ് സേവിങ് ഇറ്റ്. അതായത് നമ്മുടെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യും അല്ലേ. യു മൈറ്റ് വാണ്ട് ടു എക്സിറ്റ് പവർ പോയിൻറ്റ്. നമുക്കിനി ആ പവർ പോയിൻറ്റിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇറ്റ് ഈസ് വെരി ഈസി ടു ക്ലോസ് ഓർ എക്സിറ്റ് എ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ. അതായത് നമുക്ക് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ നിന്നും എക്സിറ്റ് ആകുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഹൗ ടു എക്സിറ്റ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ്, എങ്ങനെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാം എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കി, ക്ലിക്ക് ദ ഫയൽ ടാബ്. ആദ്യം എന്ത് ചെയ്യുക, ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യുക. ദ ഫയൽ വിൻഡോ അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 5.10. 5.10 കാണുന്ന പോലെ തന്നെ ഫയൽ വിൻഡോ അപ്പിയർ ആവും. ഓക്കെ, നോക്കിക്കേ 5.10 ഫിഗർ കണ്ടോ. ഫയൽ ടാബ് ഓപ്പൺ ചെയ്യുമ്പം എന്ത് ചെയ്യും, ഫയൽ വിൻഡോ അപ്പിയർ ആയിട്ട് വരും. ദെൻ സെക്കൻഡ് എന്താ പറയുന്നത്, ഫ്രം ദ ലെഫ്റ്റ് പെയിൻ ക്ലിക്ക് ദ എക്സിറ്റ് ഓപ്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ 5.10. 5.10 കാണുന്ന പോലെ തന്നെ ഫയൽ ടാബ് ഓപ്പൺ ചെയ്തിട്ട് എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കുക. എക്സിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അതെന്താവും, എക്സിറ്റ് ആവും. ദ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോ ക്ലോസസ്. അപ്പോൾ എന്ത് ചെയ്യും, മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് വിൻഡോ ക്ലോസ് ആയിട്ട് പോകും. അതായത് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സിറ്റ് ആവാനായിട്ട് പറ്റും. അപ്പോൾ എക്സിറ്റിംഗ് എങ്ങനെയാണ്, ഒന്നുമില്ല, ജസ്റ്റ് ഫയൽ ടാബ് എടുക്കുക. ഫയൽ ടാബിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ലെഫ്റ്റ് സെക്ഷനിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് അല്ലെങ്കിൽ എക്സിറ്റ് ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. അടുത്ത ഇതായിട്ട് ഞാൻ എക്സസൈസും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒരു ഇച്ചിരി ലേറ്റ് ആവും എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് തന്നെ എക്സസൈസും ഇടും, എല്ലാവരും അത് നോട്ട് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.